ചോറാണെങ്കിലും ഇനിയിപ്പം അപ്പം പത്തിരി ഈ വക ഐറ്റംസ് ആയാലും സെപ്പറേറ്റ് ഒരു കറി അത് മസ്റ്റാ. എന്നാൽ ഒരു കുക്കർ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് ഇതെല്ലാം അവിടെ സെറ്റാ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ചെറുകഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 5-6 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ കഥാനായകൻ എത്തിക്കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞതല്ല, ഏതൊരു വീട്ടമ്മയുടെയും അടുക്കളയിലെ നായകൻ അതൊരു കുക്കർ തന്നെയായിരിക്കും. അപ്പോൾ ഒരു കുക്കറും അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ചെറിയൊരു സവോളയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ വറുത്ത് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്ത് ഈ കാണുന്ന സ്പൈസസും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള സ്ലൈസ് ചെയ്തതും ചേർത്ത് ഇളക്കി വഴറ്റി ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ചേർത്ത് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഇനി കുറച്ച് തൈരും ചേർത്ത് കൊടുത്ത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോഗ്രാം ബീഫും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് 3/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ചൊരു 5 വിസിൽ അടുപ്പിച്ച് തീ ഓഫ് ചെയ്യാം. എയർ മുഴുവനായും പോയതിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ബീഫൊക്കെ ഒരു 90% കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് കഴുകി വെച്ച 4 ഗ്ലാസ് ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണക്കനുസരിച്ച് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷെ ഞാനിവിടെ ബീഫിന്റെ ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ഇതുപോലെ ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ച് തീ ഓഫ് ചെയ്ത് കുക്കറിന്റെ എയർ പോയതിനു ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ വാവ്, സെറ്റ്. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിന്നോ ബീഫ് റൈസെന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് വിളിക്കാം. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ, ടേസ്റ്റിലല്ലേ കാര്യം. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോളയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.